എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഞങ്ങളുടെ റബ്ബർ തോട്ടത്തിലാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് റബ്ബർ മരത്തെക്കുറിച്ചാണ്. റബ്ബർ മരം എങ്ങനെ വെട്ടുന്നത്, പാലെടുക്കുന്നത്, ഷീറ്റ് ഉണ്ടാക്കുന്നത്, എങ്ങനെ റബ്ബർ മരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും, റബ്ബർ മരത്തെക്കുറിച്ചൊക്കെ എന്തിനാ വീഡിയോ, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലെന്ന്. എന്നാൽ ഈ മലയോര പ്രദേശത്തുള്ളവർക്കൊക്കെയാണ് റബ്ബറിനെ കുറിച്ച് കാര്യമായിട്ട് അറിയത്തുള്ളൂ, അല്ലാത്തവർക്കൊന്നും അങ്ങനെ അറിയില്ല. അത് മാത്രമല്ല, ഇന്നിപ്പോൾ കേരളത്തിന് പുറത്ത് ജീവിക്കുന്നവർക്കും അവരുടെ കുട്ടികൾക്കൊന്നും ഇത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അവർക്കൊരു ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്താണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ സുപരിചിതമായ റബ്ബറിൻ്റെ ജന്മനാടെന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയിലെ ആമസോൺ കാടുകളാണ്. ഹെവിയ ബ്രസീലിയൻസിസ് എന്നാണ് റബ്ബറിൻ്റെ ശാസ്ത്രനാമം. ആമസോൺ കാടുകളിലെ ഗോത്രവർഗ്ഗക്കാരായ റെഡ് ഇന്ത്യൻസ് റബ്ബറിനെ വിളിച്ചിരുന്നത് കരയുന്ന മരം എന്നാണ്. റബ്ബറിൽ നമ്മൾ എന്തെങ്കിലും മൂർച്ചയുള്ള ആയുധം വെച്ച് സ്ക്രാച്ച് ചെയ്താൽ റബ്ബറിൽ നിന്ന് വെള്ള കളറിലുള്ള ഒരു ദ്രാവകം പുറത്തു വരും. അതിനെ ലാറ്റക്സ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം റെഡ് ഇന്ത്യൻസ് ഈ മരത്തെ കരയുന്ന മരം എന്ന് വിളിച്ചത്. റബ്ബർ മരത്തിൻ്റെ പ്രധാന അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് ഈ കാണുന്ന ലാറ്റക്സ് ആണ്. നമ്മുടെ നാട്ടിൽ റബ്ബർ പാൽ എന്ന് പറയും. ഇങ്ങനെ റബ്ബർ പാൽ റബ്ബർ മരത്തിൽ നിന്ന് എടുക്കുന്ന ഈ പ്രോസസ്സിനെ ടാപ്പിംഗ് എന്നാണ് പറയുന്നത്. ഇത് ടാപ്പിംഗ് തുടങ്ങി 2 വർഷമായ മരമാണ്. അപ്പോൾ എങ്ങനെയാണ് റബ്ബർ ടാപ്പ് ചെയ്യുന്നതെന്ന് ബിനോയ് ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്തതിന്. ബിനോയ് ചേട്ടനാണ് ഞങ്ങളുടെ ഇവിടെ റബ്ബർ വെട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. എല്ലാ ദിവസവും റബ്ബർ വെട്ടുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, തലേ ദിവസത്തെ പാൽ ഇതുപോലെ ചിരട്ടയിലും മരത്തിലും ഉണങ്ങി പിടിച്ചിട്ടുണ്ടാകും. ഇതിനെ ഒട്ടുപാലെന്ന് പറയും. അപ്പം നമ്മളിത് എടുത്ത് മാറ്റും. എടുത്ത് കളയത്തില്ല. നമ്മുടെ ഇതും നമുക്ക് വിൽക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് റബ്ബർ വെട്ടുന്നത്. റബ്ബർ നട്ട് 6 അല്ലെങ്കിൽ 7 കൊല്ലം മുതൽ നമുക്ക് റബ്ബർ വെട്ടി തുടങ്ങാം. റബ്ബർ വെട്ടുന്നതിന് മുമ്പ് ഓരോ റബ്ബറും ചുറ്റളവ് പിടിച്ച് എങ്ങനെയാണ് വെട്ടേണ്ടത് എന്ന് മാർക്ക് ചെയ്യണം. ഇത് ബഡ് മരമാണ്. ബഡ് മരത്തിൻ്റെ പ്രത്യേകത ചൂട്ടിൽ നിന്നും ഏകദേശം 10 അടി പൊക്കത്തിൽ ഒരേ വണ്ണത്തിലായിരിക്കും. ബഡ് മരം മാർക്ക് ചെയ്യേണ്ട വിധം 125 സെൻറ്റിമീറ്റർ ഹൈറ്റിലും 50 സെൻറ്റിമീറ്റർ ചുറ്റുവണ്ണം ഉണ്ടെങ്കിലാണ് നമ്മളിത് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുമ്പോൾ ഈ 50 മരത്തിൻ്റെ ആകെ വണ്ണം പിടിച്ചിട്ട് അതിൻ്റെ പകുതി ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം 2 സൈഡും മാർക്ക് ചെയ്യണം. മുൻകാനിയും പിൻകാനിയും മാർക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ ടാപ്പിംഗ് ആരംഭിക്കുന്നത്. നേരത്തെ ഇത് മാർക്ക് ചെയ്ത പാടുണ്ട്. 2 വർഷമായി ഇത് വെട്ടി തുടങ്ങിയിട്ട്. 2ാമത്തെ വർഷമാണ് ഇത് വെട്ടുന്നത്. ആദ്യത്തെ ബെഡ് ഇതാണ്. ഇപ്പോൾ ഈ വർഷം വെട്ടുന്ന ഭാഗം ഈ കാണുന്നതാണ്. ഇതാണ് മാർക്ക് ചെയ്ത പാട്. പുതിയ മരത്തിൽ നമ്മൾ റബ്ബർ വെട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ മാർക്ക് ചെയ്യും. സാധാരണ വെട്ടുവട്ടയ്ക്ക് ഇരുന്ന ചെരുവ് 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയിൽ മേലെ ചെരുവുണ്ടെങ്കിൽ പാല് പുറത്തേക്കൊക്കെ ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാർക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അളവ് പിടിച്ചാണ് മാർക്ക് ചെയ്യാറ്. അതുപോലെ 30 ഡിഗ്രിയെ കൂടുതൽ ചെരുവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻകാന പെട്ടെന്ന് തീരാനും ഇടത് കാന അവിടെ നിൽക്കാനും ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, അങ്ങനെയാണ് വരല്. അപ്പോൾ നമുക്ക് അത്രയും ഭാഗം വെട്ട് നഷ്ടപ്പെടുന്നതായിരിക്കും. ഇത് ബീജമരമാണ്. ബീജമരത്തിൻ്റെ പ്രത്യേകത എന്ന് ഉണ്ടെങ്കിൽ ചൂട്ടിൽ നിന്നും വണ്ണം കൂടിയും ഒരു 50 സെൻറ്റിമീറ്റർ മുകളിലോട്ട് വരുമ്പോൾ വണ്ണം കുറഞ്ഞും ആണ് അത് ബീജമരം വരിക. ടാപ്പിംഗ് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള ടാപ്പിംഗ് കത്തികൾ ഉപയോഗിക്കാറുണ്ട്. ഇത് മിച്ചി ഗോളഡ്ജ് എന്ന് പറയുന്ന ടാപ്പിംഗ് കത്തിയാണ്. റബ്ബർ വെട്ടുമ്പോൾ വളരെ കനം കുറച്ച് നേർത്തതായിട്ടാണ് വെട്ടുന്നത്. ഇതിപ്പോൾ റബ്ബർ വെട്ടിയതിൻ്റെ ഒരു പൂള് ഞാൻ എടുത്തതാണ്. ഇത് 1 മില്ലിമീറ്റർ തിക്നെസ്സേ ഉള്ളൂ. മാക്സിമം 2 മില്ലിമീറ്ററൊക്കെ ഒരേ കനത്തിലാണ് വെട്ടേണ്ടത്. അപ്പോൾ ഇത് വളരെ നേർത്ത ഒരു പൂളാണ് കേട്ടോ. റബ്ബർ പാല് കളക്ട് ചെയ്യുന്നത് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ചിരട്ടകളാണ്. പണ്ടൊക്കെ സാധാരണ ചിരട്ടകൾ ആണ് ഉപയോഗിച്ചിരുന്നത്. അതൊന്നും നല്ല തേച്ച് മിനുക്കി അതാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ചിരട്ടകൾ ഇതുപോലൊരു വളയത്തിലേക്കാണ് വെച്ചിരിക്കുന്നത്.
പിന്നെ ഇത് ഈ വളയം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ വള്ളിയിലാണ്. ഇതിന് ചില്ലെന്ന് പറയും. ഇത് കറക്റ്റായിട്ട് റബ്ബർ പാല് ചിരട്ടയിലേക്ക് വീഴുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് ചുമ്മാ എന്തെങ്കിലും ഒരു കത്തി കൊണ്ടോ മരം കൊണ്ടോ ജസ്റ്റ് അടിച്ച് കയറ്റി വെച്ചിട്ടുള്ളൂ. ടാപ്പിംഗ് ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം പാലെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണൂല്ലേ, ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞ് വന്ന് പാലെടുക്കാം. ഇത് ഇന്നത്തെ ഒട്ടുപാലാണ്. അപ്പോൾ ഈ ഒട്ടുപാലിന് നമുക്ക് വിലയുണ്ട്. മാർക്കറ്റിൽ 70 മുതൽ 80 രൂപ വരെ വിലയുണ്ട് കിലോയ്ക്ക്. അപ്പോൾ ഒട്ടുപാൽ നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ സാധാരണ വെട്ടിയിട്ട് വന്നാൽ അപ്പം തന്നെ വെയിലത്തേക്ക് ഇടാണ് ചെയ്യാറ്. ഇന്ത്യയിൽ റബ്ബർ മരം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. 1875 ഇന്ത്യയിൽ റബ്ബർ മരം എത്തിയിട്ടുണ്ട്. എന്നാൽ കൊമേഴ്ഷ്യൽ കൾട്ടിവേഷൻ ആരംഭിക്കുന്നത് 1902 തട്ടേക്കാടാണ് ആദ്യത്തെ കൊമേഴ്ഷ്യൽ കൾട്ടിവേഷൻ നടന്നത്, അതായത് റബ്ബർ എസ്റ്റേറ്റ്. ഇന്ത്യ, മലേഷ്യ, തായ്ലൻഡ്, വിയറ്റ്നാം, കംബോഡിയ, ശ്രീലങ്ക തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളാണ് റബ്ബർ ഉൽപ്പാദനത്തിൽ, നാച്ചുറൽ റബ്ബറിൻ്റെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് വേറെ എങ്ങുമല്ല, നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിൻ്റെ 90% ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. പിന്നെയുള്ളത് തമിഴ്നാട്ടിലും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ആയിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഒരു മഴക്കുഴിയിലാട്ടോ ഇരിക്കുന്നത്. റബ്ബർ തോട്ടത്തിനിടയ്ക്ക് ഇങ്ങനെ മഴക്കുഴികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ് റബ്ബർ വളർത്താൻ ഏറ്റവും നല്ലത്. അതായത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ 25 ഡിഗ്രി സെൽഷ്യസിനും 35 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലയാണ് ഏറ്റവും അനുയോജ്യം. ഒരുപാട് തണുപ്പുള്ള സ്ഥലങ്ങളിലൊന്നും നമുക്ക് റബ്ബർ കൃഷി അത്ര അനുയോജ്യമല്ല. അപ്പോൾ ചിരട്ടയിലൊക്കെ പാല് നിറഞ്ഞു. ഇപ്പോൾ 2 മണിക്കൂറായി. ഇനി നമ്മൾ പാലെടുക്കാൻ വന്നിരിക്കുക കേട്ടോ. പാല് നേരെ ബക്കറ്റിലേക്ക് ഒഴിക്കും. പിന്നെ ബാക്കിയുള്ളത് കൈകൊണ്ട് വടിച്ചിടുകയാണ് ചെയ്യുന്നത്. ഈ പാലിന് ഒരു കാലത്ത് ലിക്വിഡ് ഗോൾഡ് എന്ന് പറഞ്ഞിരുന്നു. ഭയങ്കര വിലയുള്ളൊരു സമയം ഉണ്ടായിരുന്നു, 10-12 കൊല്ലം മുമ്പ്. അപ്പോൾ അന്നൊക്കെ റബ്ബർ കർഷകർ ഒരുപാട് പേര് കോടീശ്വരന്മാരൊക്കെ ആയ കഥകൾ കേട്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് റബ്ബറിന് അത്രയ്ക്കൊന്നും വിലയില്ല. ആദ്യം പറഞ്ഞല്ലോ, 7 വർഷമായ റബ്ബറാണ് നമ്മൾ വെട്ടി തുടങ്ങുന്നത്. പിന്നെ ഒരു 25 കൊല്ലത്തോളം നമുക്ക് റബ്ബർ വെട്ടാം. 25 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റബ്ബർ മരം വെട്ടിക്കളഞ്ഞിട്ട് റീപ്ലാന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇല പൊഴിഞ്ഞിട്ട് കിളുത്ത് വരുന്ന സമയമായ കാരണം പാല് അല്പം കുറവാണ്. ഇപ്പോൾ പാല് ആവറേജ് ആയി തുടങ്ങുന്നു. മാർച്ച് ഏപ്രിൽ അവസാനത്തോടുകൂടി നമുക്ക് വെട്ട അവസാനിപ്പിക്കേണ്ടി വരും. കടും വേനൽ വരികയാണ്. അത് കഴിഞ്ഞ് ഒരു മെയ് മാസം, ഏപ്രിൽ അവസാനത്തോട് മെയ്, പിന്നെ ജൂൺ ആദ്യവാരത്തിൽ നമുക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് ഇട്ട് റബ്ബർ വെട്ട് തുടങ്ങാവുന്നതാണ്. കടുത്ത വേനലിലൊഴികെ ബാക്കി എല്ലാ മാസങ്ങളിലും നമ്മൾ 1.5 റബ്ബർ വെട്ടുന്നുണ്ട്. കടുത്ത വേനലിൽ മാത്രമാണ് റബ്ബർ കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. ആ കുറച്ച് നാൾ നമ്മൾ റബ്ബർ പാൽ എടുത്തു കഴിഞ്ഞു. ഈ പാല് 2 രീതിയിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഒന്ന്, നമുക്കത് ഷീറ്റാക്കിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ റബ്ബർ പാൽ നേരിട്ട് കൊടുക്കാം. അപ്പം ഞാൻ 2 രീതിയും കാണിക്കാം. ആദ്യം നമുക്ക് ഷീറ്റ് ഉണ്ടാക്കാം. റബ്ബർ പാൽ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരയൊഴിക്കാണ്. അപ്പോൾ ഒരയൊഴിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ആദ്യം ഈ അരിപ്പ ഉപയോഗിച്ചിട്ട് പാല് ക്യാനിൽ നിന്ന് ബക്കറ്റിലോട്ട് പകർത്തണം. അപ്പോൾ അരിച്ചു കഴിഞ്ഞു. ഇനിയാണ് ഒരയൊഴിക്കുന്നത്. ഫോർമിക് ആസിഡ് ഉപയോഗിച്ചാണ് ഒരയൊഴിക്കുന്നത്. ഫോർമിക് ആസിഡാണ് നമ്മളിത് ഉറയൊഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. 85% വീര്യമുള്ള ആസിഡാണ്. ഇത് ഉപയോഗിക്കേണ്ട വിധം 30 ml എടുത്ത ശേഷം 6 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വെച്ചേക്കണ ആസിഡാണിത്. ഈ മിക്സ് ചെയ്തത് ഒരു ഡിഷിലോട്ട് ഒഴിക്കേണ്ടത് 2 ലിറ്റർ വെള്ളത്തിലും 2 ലിറ്റർ പാലിലും ഈ ലയിപ്പിച്ച ആസിഡ് 400 ml ഒഴിക്കുക. എങ്കിലേ ഉറവ് കൂടുകയുള്ളൂ. അന്ന് തന്നെ ഷീറ്റ് അടിക്കുകയും ചെയ്യാം. ഇതുപോലത്തെ അലുമിനിയം ഡിഷുകളിലാണ് പാല് ഒരയൊഴിക്കുന്നത്.
ഷീറ്റ് ഉറയൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് ഇത് അടിച്ചെടുക്കാം. 4 to 6 മണിക്കൂർ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഷീറ്റ് അടിച്ചെടുക്കാൻ പറ്റും. ഉറയൊഴിച്ച് വെച്ച പാല് സെറ്റായിട്ടുണ്ട്. ഇനി ഷീറ്റ് അടിക്കാൻ പോവാണ്. ഇതിപ്പോൾ ഷീറ്റ് അടിക്കുന്ന മെഷീൻ ഇരിക്കുന്നതിന് മെഷീൻ പുര എന്നാണ് ഞങ്ങളുടെയൊക്കെ ഇവിടെ പറയുന്നത്. എസ്റ്റേറ്റുകളിലൊക്കെ റാട്ടാന്ന് പറയും. റബ്ബർ ഷീറ്റ് അടിക്കാൻ 2 മെഷീനുകളാണ് ഉപയോഗിക്കുന്നത്. 2 നമ്മൾ കൈകൊണ്ട് പ്രവർത്തിക്കുന്ന മെഷീനുകളാണ്. ഈ മെഷീൻ അതിന്റെ ജലാംശം മൊത്തം കളഞ്ഞ് അതിന്റെ കട്ടി കുറച്ച് നമുക്ക് ആവശ്യമുള്ള കട്ടിയിലാക്കാനുള്ളതാണ്. ഈ മെഷീൻ ഡിസൈൻ ഇടാനുള്ള മെഷീനാണ്. അപ്പൊ ആദ്യം നമ്മൾ ഈ മെഷീനിലാണ് അടിക്കുന്നത്, എന്നിട്ടാണ് ഈ മെഷീനിലേക്ക് അടിക്കുന്നത്. അപ്പോൾ ഷീറ്റ് അടിച്ചു കഴിഞ്ഞു. ഇനി ഈ ഷീറ്റ് കൊണ്ട് വെയിലത്തിട്ട് ഉണക്കണം. എന്നിട്ട് നമ്മൾ ഷീറ്റ് പുകയ്ക്കണം. അപ്പോൾ പുകയ്ക്കുന്ന കൂടി നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം. വെയിലത്തിട്ട് വെള്ളം നന്നായിട്ട് വാർന്ന ശേഷം ഷീറ്റ് പുകയ്ക്കാനിടും. ഇതാണ് പുകപ്പുര. ഇവിടെ നിങ്ങൾക്ക് പല കളറിൽ ഷീറ്റ് കാണാൻ സാധിക്കും. നമ്മൾ കൂടുതൽ പുകയ്ക്കും തോറും ഷീറ്റ് കൂടുതൽ ബ്രൗണിഷ് ആയിട്ട് മാറും. അപ്പൊ ഇതാണ് നല്ല പുകച്ച് വിൽക്കാൻ പരുവായ ഷീറ്റ്. ഒരു ഷീറ്റ് ഏകദേശം അര കിലോയോളം 600 ഗ്രാം വരെ കാണും. മാർക്കറ്റിൽ 1 കിലോയ്ക്ക് 160 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ്. സാധാരണയായിട്ട് നമ്മൾ ഷീറ്റ് ആയിട്ടാണ് കൊടുക്കാറ്. എന്നാൽ ഇപ്പം ലാറ്റക്സ് ആയിട്ട് എടുത്തിട്ട് പോകാറുണ്ട് കടക്കാര്. അങ്ങനെയും നമ്മളിവിടെ പാല് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് കാണാൻ എങ്ങനെയാണ്. റബ്ബർ പാല് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വിൽക്കുകയാണെങ്കിൽ ഓരോ ദിവസവും റബ്ബർ വെട്ടി എടുത്തിട്ട് വരുന്ന റബ്ബർ പാല് അരിച്ച് അമോണിയ നിറച്ച ബാരലുകളിൽ ഒഴിച്ചു വെക്കും. അമോണിയ നിറച്ചിരിക്കുന്നതിനാൽ ഇത് കട്ട പിടിക്കില്ല. റബ്ബർ പാല് ഒഴിച്ച ശേഷം ജസ്റ്റ് ഒന്ന് ഒരു കോല് കൊണ്ട് ഇളക്കി കൊടുക്കണം. ഓരോ ബാരലുകളും ഫില്ലാവുമ്പോൾ കടക്കാർ തന്നെ വന്ന് എടുത്തിട്ട് പോകും. പകരം വേറൊരു ബാരൽ വെക്കുകയും ചെയ്യും. ഓരോ ബാരലിലെ റബ്ബർ പാലിലെ റബ്ബറിന്റെ പെർസെൻറ്റേജ് അനുസരിച്ചാണ് നമുക്ക് റബ്ബർ പാലിന് വില കിട്ടുന്നത്. ഇതിന് DRC എന്ന് പറയും. ഒരു ബാരൽ 220 ലിറ്റർ ഉണ്ട്. അതിൽ ഏകദേശം 55 കിലോളം റബ്ബർ ഉണ്ടായിരിക്കും. റബ്ബർ പാല് എടുക്കാൻ വരുമ്പോൾ തന്നെ കടക്കാര് അതിന്റെ ഒരു സാമ്പിൾ നമുക്കും തരും. അത് നമുക്ക് വേണമെങ്കിൽ പുറത്തൊരു ലാബിൽ ചെക്ക് ചെയ്ത് റബ്ബറിന്റെ പെർസെൻറ്റേജ് ഉറപ്പ് വരുത്താവുന്നതാണ്. ഇപ്പോൾ കിലോയ്ക്ക് 140 രൂപയാണ് മാർക്കറ്റ് റേറ്റ്. റബ്ബറിനെ കുറിച്ച് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞതെന്നാണ് വിശ്വാസം. നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയാൻ മറക്കണ്ട. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും നല്ലൊരു വ്ലോഗായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.